നമസ്കാരം. തികച്ചും അത്ഭുതം സൃഷ്ടിക്കുന്ന പല വാർത്തകളും വീഡിയോകളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഓരോ ദിവസവും കാണുന്നുണ്ട്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വീഡിയോകളാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത് പെട്ടെന്ന് ശ്രദ്ധ നേടുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. സിംഹവും പുലിയും ആനയും അടക്കം അപകടകാരികളായ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായ വടക്കൻ സിംബാബ്വേയിലെ മഴക്കാടുകളിൽ അകപ്പെട്ടു പോയ 8 വയസ്സുകാരനെ 5 ദിവസങ്ങൾക്ക് ശേഷം അത്ഭുതകരമായി കണ്ടെത്തിയ വാർത്ത അത്ഭുതത്തോടെയാണ് ലോകം കേൾക്കുന്നത്. കാട്ടുപഴങ്ങൾ കഴിച്ചും കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചുമാണ് 8 വയസ്സുകാരൻ അത്ഭുതകരമായ അതിജീവനം നടത്തിയത്. ഡിസംബർ 27-നാണ് വടക്കൻ സിംബാബ്വേയിലെ ഗ്രാമത്തിൽ നിന്ന് ടിനോഗഡ പുഡു എന്ന ബാലൻ വഴിതെറ്റി കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പോയത്. കുട്ടിയെ കാണാതായി 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഗ്രാമത്തിൽ നിന്നും 50 കിലോമീറ്റർ അകലെയുള്ള മട്ടുസഗോണ നാഷണൽ പാർക്കിൽ അവശ നിലയിൽ ബാലനെ കണ്ടെത്തിയത്. നിർജ്ജലീകരണം ബാധിച്ച് തളർന്ന അവസ്ഥയിലായിരുന്നുവെങ്കിലും കുട്ടിയെ ജീവനോടെ കണ്ടെത്താൻ സാധിച്ചത് ആശ്വാസകരമായി. കാട്ടിലെ നദീതീരങ്ങളിൽ കമ്പുകൾ ഉപയോഗിച്ച് കുഴിയുണ്ടാക്കിയാണ് ടിലോഡുക കുടിക്കാനുള്ള വെള്ളം കണ്ടെത്തിയത്. കൂടാതെ കാട്ടുപഴങ്ങൾ ഭക്ഷിച്ച് വിശപ്പടക്കുകയും ചെയ്തു. അത്ഭുതകരമായ രക്ഷപ്പെടലാണ് കുട്ടിയുടേത്. പ്രാദേശിക പാർലമെന്റ് അംഗം പി മുൽസ മുറോക്കുസി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. കാട്ടിനുള്ളിൽ അകപ്പെട്ടു പോയ ബാലൻ ദിശ തെറ്റിയ അലഞ്ഞ് 5 ദിവസങ്ങളാണെന്നും കാട്ടിനുള്ളിലെ നദീതീരത്താണ് കുഞ്ഞിനെ തളർന്ന നിലയിൽ കണ്ടെത്തിയതെന്നും മുറോംബെഡി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. രക്ഷാപ്രവർത്തകരെ അഭിനന്ദിച്ച റേഞ്ചർമാർക്കും കുട്ടിക്ക് വീട്ടിലേക്ക് ശബ്ദം കേട്ട് ദിശ തിരിച്ചറിയുന്നതിനായി എല്ലാ ദിവസവും രാത്രി ട്രംസ് അടിച്ച ന്യായ നിയമി കമ്മ്യൂണിറ്റിക്കും നന്ദി പറഞ്ഞു. എല്ലാറ്റിനും ഉപരിയായി ടിഡർഗോയെ നിരീക്ഷിച്ച് സുരക്ഷിതമായി വീട്ടിലേക്ക് നയിച്ചതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം മട്ടുസോണ ഗെയിം പാർക്കിൽ ഏകദേശം 40 സിംഹങ്ങളുണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ സിംഹങ്ങളുള്ള പാർക്കുകളിൽ ഒന്നാണിത്. എന്തായാലും ഈ സംഭവം അത്ഭുതത്തോടെയാണ് സോഷ്യൽ മീഡിയ നോക്കിക്കാണുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.